ഹലോ ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു തനി നാടൻ നൊസ്റ്റാൾജിക് വിഭവമായ ഇലയടയാണ്. ഇലയട നേന്ത്രപ്പഴം കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഈ തനി നാടൻ വിഭവം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. കുഞ്ഞുങ്ങളുടെ ഈ വെക്കേഷൻ കാലം ആസ്വാദികരമാക്കൂ. കുഞ്ഞുങ്ങൾക്ക് ഇതുപോലുള്ള നാടൻ പലഹാരങ്ങൾ വീട്ടിൽ തയ്യാറാക്കി കൊടുക്കൂ. നേന്ത്രപ്പഴം കൊണ്ടുള്ള ഇലയപ്പം എങ്ങനെ രുചികരമായി തയ്യാറാക്കാമെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. ഇന്ന് ഞാൻ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയൊന്ന് കറുത്തിട്ടുണ്ട്, പക്ഷേ പഴം ചീത്തയായിട്ടില്ല, ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ട്. തൊലി കറുത്ത പഴം തന്നെ എടുക്കണം എന്നില്ല, നന്നായിട്ട് പഴുത്ത പഴം എടുത്താൽ നന്നായിരിക്കും. ഈ പഴമൊന്ന് ചെറുതായിട്ട് ഞുറുക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ചില കുഞ്ഞുങ്ങൾ പഴം കഴിക്കില്ല, ഇഷ്ടമില്ല എന്നൊക്കെ പരാതി പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുത്താൽ അവർ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. പഴമെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് അരച്ചെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നേന്ത്രപ്പഴം പ്യൂരി റെഡി ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനാവശ്യമായ ശർക്കര കുറച്ച് വെള്ളവും ഒഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ പഴം നല്ല മധുരമുള്ളതാണ്, അതനുസരിച്ച് ശർക്കര എടുത്താൽ മതിയാകും. അവരവരുടെ മധുരത്തിനനുസരിച്ച് ശർക്കര കൂട്ടുകയും കുറയ്ക്കുകയും ആകാം. ആ ഉരുക്കിയെടുത്ത ശർക്കര ഒരു പാനിലേക്ക് ഒന്ന് അരിച്ച് ഒഴിച്ചിട്ടുണ്ട്. ചൂടായ പാനാണ്, അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. ആ ശർക്കര കൂടി ഒന്ന് ചൂടായി വരുമ്പോൾ നേന്ത്രപ്പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മീഡിയം ഫ്ലെയിം ഇട്ടാൽ മതിയാകും. ആ ശർക്കരയും പഴവുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡായി വരണം. ഇപ്പോൾ നല്ല മണമാണ് വരുന്നത്. ആ നേന്ത്രപ്പഴത്തിൻ്റെയും ശർക്കരയുടെയും നല്ല വാസന. അതൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിൽ അല്പം ഉപ്പ് ചേർത്തു. ടേസ്റ്റ് ബാലൻസിലാണ്. കൂടെ ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ചേർത്തു. ഇനി അല്പം നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. നെയ്യും നമ്മുടെ ആവശ്യാനുസരണം ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ആകാം. വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആ കൂട്ടെല്ലാം ഒരുപോലെ മിക്സായി വരണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ ചിരകിയത് കൂടി ചേർക്കുന്നു. അതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നു. അപ്പോൾ തേങ്ങ വരട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പച്ച തേങ്ങയായിട്ട് തന്നെ കിടക്കും. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നു, അത്രമാത്രം. എല്ലാ ഭാഗത്തും തേങ്ങ ഒരേപോലെ ആയി കിട്ടണം. ഇനി ഇതിലേക്ക് ഇതൊന്ന് ടൈറ്റൻ ചെയ്യാനായിട്ട് അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ടോട്ടൽ 1.25 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. അത് കുറേശ്ശെയായിട്ടിട്ടാണ് ഇളക്കി ചേർക്കുന്നത്. അപ്പോൾ പഴം മാത്രം വെച്ച് നമ്മൾ ഇലയട ഉണ്ടാക്കിയാൽ അത് ഉറപ്പ് കാണില്ല, വലിഞ്ഞു പോകും. അപ്പോൾ ആ ഉറപ്പ് കിട്ടുന്നതിനും നല്ല ഷേപ്പ് കിട്ടുന്നതിനും കൂടുതൽ രുചിക്കുമാണ് അരിപ്പൊടി കൂടി ചേർക്കുന്നത്. അപ്പോൾ അരിപ്പൊടി കുറേശ്ശെ ഇട്ട് അതുമായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അരിപ്പൊടി ഒരുമിച്ചിട്ടാൽ അത് കട്ട കെട്ടിപ്പോവും. കുറേശ്ശെ ഇങ്ങനെ തൂകി മിക്സ് ചെയ്തെടുക്കാം. ആ കൂട്ട് ഒന്ന് ടൈറ്റ് ആവുന്ന ആവശ്യമായ അരിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഇനി അധികം ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ടോട്ടൽ എടുത്തു വെച്ച അരിപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമാണ്. അപ്പോൾ അത് ഇളക്കി യോജിപ്പിച്ച് ഒരു ഡോ ആക്കി എടുക്കുന്നു. കൂടുതൽ ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല, പക്ഷെ കൂടുതൽ ലൂസ് ആയാൽ ഇലയപ്പം നന്നാവില്ല, കട്ടിക്ക് കിട്ടില്ല. ഇപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്, പാകമായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലൊരു ഡോ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഇലയിൽ പരത്താം. അപ്പോൾ വാഴയില ഞാനൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറേശ്ശെ മാവെടുത്ത് നമുക്ക് ഉരുട്ടി വെച്ചിട്ട് ഇങ്ങനെ തന്നെ അതിനെ പൊതിഞ്ഞ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനൊരു ഷേപ്പ് എല്ലാം ഒരു യൂണിഫോം ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രം വെച്ച് അടച്ചെടുത്തത്.
എന്നിട്ട് ഇല മടക്കി എടുക്കാം, ഒരു ലോക്ക് ചെയ്തെടുക്കാം. ശർക്കരയൊന്നും ഒലിച്ചു പോവുകയൊന്നുമില്ല, ശർക്കരയും മാവുമായിട്ട് മിക്സ് ആയതാണല്ലോ. അപ്പോൾ അത് ഒന്നുകൂടി കാണിക്കാം. ഒന്ന് പരത്തിയിട്ട് ഒരു മോൾഡ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് എക്സ്ട്രാ മാവ് മാറ്റുന്നു. ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ കുട്ടികൾക്ക് കൂടെ ഉദ്ദേശിച്ചായതുകൊണ്ട് നമുക്ക് ഒരേ ഷേപ്പിൽ കിട്ടും, ഒരേ തിക്നെസ്സിൽ കിട്ടും, അത്ര തന്നെ. അപ്പോൾ എല്ലാ ഇലയപ്പവും നമുക്കിതുപോലെ മടക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. ഇതാ നോക്കൂ, മാവെല്ലാം മടക്കിയെടുത്ത് തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി തട്ട് അടുപ്പിൽ വെച്ച് ആവി വരുന്നുണ്ട്. അതിലേക്ക് തയ്യാറാക്കിയ ഇലയപ്പമെല്ലാം നിരത്തി വയ്ക്കാം. ഓരോന്നായിട്ട് വയ്ക്കാം. ഇനി ഇതിനെ ഒരു വാഴയില കൊണ്ട് തന്നെ നമുക്ക് മൂടി വയ്ക്കാം. അടപ്പിൽ നിന്ന് ആവി ഇറങ്ങാതിരിക്കാനാണ്. മൂടി വെച്ച് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് കുക്കാവണം. 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതാ ശരിക്കും ആവിയൊക്കെ വന്ന് നല്ല മണമാണ്. ശർക്കരയും തേങ്ങയും ആ നെയ്യുമൊക്കെ ചേരുമ്പോൾ പ്രത്യേക വാസനയാണ്. കൊതിപ്പിക്കുന്ന ഈ വാസന തന്നെയാണ് എല്ലാവരെയും ഇത് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ ഇലയുടെ തയ്യാറായിട്ടുണ്ട്. എല്ലാം വെന്ത് പാകമായിട്ടുണ്ട്. ഇത് കുറച്ച് തണുത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ചൂടല്ലേ കഴിക്കാൻ. തന്നെ കുറച്ച് വെയിറ്റ് ചെയ്തേ ഉള്ളൂ. ചൂട് ചെറുതായിട്ടൊന്ന് മാറി വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നൊരു ചായയുമായിട്ട് ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് കഴിക്കുന്നത്. അത് ഈവനിങ് സ്നാക്ക് എന്ന് പറഞ്ഞ് ഇതിനെ അങ്ങ് ഒതുക്കാൻ പറ്റില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ രീതിയിൽ വേണമെങ്കിൽ കഴിക്കാം. ഇപ്പോൾ തലേ ദിവസം തയ്യാറാക്കി വെച്ചാൽ പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. ഇത് പിന്നെ സമയവും കാലവും ഒന്നും നോക്കാതെ നമ്മളെല്ലാവരും എപ്പോഴും കഴിക്കുന്ന ഒരു ഭക്ഷണമാണ്, ഒരു സ്നാക്കാണ്. നമുക്ക് നോക്കാം. ഈ ഇലയിലൊക്കെ തയ്യാറാക്കുന്നത് തന്നെ വളരെ ഒരു നൊസ്റ്റാൾജിയാണല്ലേ. ആഹാ, വാവ്, അടിപൊളി നേന്ത്രപ്പഴമട റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, സൂപ്പർ സോഫ്റ്റാണ്, അതുപോലെ സൂപ്പർ ടേസ്റ്റിയുമാണ്. നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. താങ്ക് യു all for watching. Stay blessed. See you. മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.